ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് വീണ്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നർക്കോട്ടിക്സ് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ ഹാജരായ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. സിദ്ദിഖിന് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിട്ടയക്കേണ്ടി വരികയും ചെയ്യും. റിനു സീതർ നമുക്കൊപ്പം ചേരുന്നു. റിനു സീതർ, എപ്പോഴാണ് സിദ്ദിഖ് ഹാജരായത്? ഇനി എന്താണ് നടപടിക്രമങ്ങൾ? ജിനീഷ്, അരുൺകുമാർ, ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് നടൻ സിദ്ദിഖ് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. നർക്കോട്ടിക്സിൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ മുന്നിലാണ്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലാണ് ഹാജരായത്. നമുക്കറിയാം, നിലവിൽ സുപ്രീം കോടതിയുടെ ജാമ്യ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിനെ തുടർന്ന് മുൻകൂർ ജാമ്യം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവിടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. നിലവിൽ ജാമ്യ വ്യവസ്ഥയനുസരിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തും. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധന നടത്തി ജില്ലാ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ്. നിലവിൽ ജാമ്യ വ്യവസ്ഥയനുസരിച്ച് വിചാരണ കോടതിയിൽ ഹാജരാക്കണമെന്നുള്ളതാണ് സുപ്രീം കോടതി നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്, ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നത്. പക്ഷേ നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വിചാരണ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കഴിയില്ല. വിചാരണ ആരംഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ജാമ്യ വ്യവസ്ഥകൾ പാലിച്ച അദ്ദേഹത്തെ വിടും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അരുൺകുമാർ, അതിനുവേണ്ടി ഒരുപക്ഷെ മെഡിക്കൽ എടുത്തിട്ടായിരിക്കും കോടതിയിലേക്ക് കൊണ്ടുപോവുക, അല്ലേ? തീർച്ചയായും നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ, സ്റ്റേഷനിൽ ഹാജരായതുകൊണ്ട് തന്നെ മെഡിക്കൽ പരിശോധന ആവശ്യമായിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് സാധാരണഗതിയിൽ ഇത്തരം കേസുകൾക്കൊക്കെ തന്നെ മെഡിക്കൽ പരിശോധന നടത്തുന്നത്. അവിടെ നടൻ സിദ്ദിഖിനെ എത്തിച്ച് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും തൊട്ടടുത്തുള്ള വഞ്ചിയൂരിലുള്ള ജില്ലാ കോടതിയിലേക്ക് കൊണ്ടുപോകുക. ജില്ലാ കോടതിയിലെ മജിസ്ട്രേറ്റ് കോർട്ടിലായിരിക്കും ഹാജരാക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് ജാമ്യ വ്യവസ്ഥയനുസരിച്ച് ജാമ്യം നൽകി ജാമ്യ വ്യവസ്ഥ പൂർത്തീകരിച്ച് പുറത്തേക്ക് പോകാനാകും എന്നുള്ളതാണ്. എന്തായാലും സുപ്രീം കോടതി കൃത്യമായിട്ടുള്ള നിർദ്ദേശം ജാമ്യ വ്യവസ്ഥയിൽ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശം അനുസരിച്ചായിരിക്കും നിലവിലെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുക. അരുൺകുമാർ. ഓക്കെ, നടൻ സിദ്ദിഖ് ബലാത്സംഗ കേസിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്നു. ഇനി അതിനുശേഷം ആശുപത്രിയിൽ പോയി പരിശോധന നടത്തി മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കും. നടൻ സിദ്ദിഖിന് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട്, സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കില്ല. പകരം കോടതിക്ക് മുൻപാകെ എത്തിച്ചതിന് ശേഷം ജാമ്യത്തിൽ വിടും എന്നാണ് റിനു സീതർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.